നമ്മളെ ഇന്ന് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിന് കറിവേപ്പില എടുക്കാനായിട്ട് ഇറങ്ങി വന്നതാണ്. എല്ലാ ഐറ്റം കറികളൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ഒരു 3-4 കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം സദ്യക്കാണേലും ഞാൻ ഒരുപാട് ഈ ഇലയിൽ കാണുന്ന എല്ലാ ഐറ്റവും ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു 3-4-5 കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. വീഡിയോ എടുക്കൽ ചിലപ്പോഴേ നടക്കുകയുള്ളൂ, എന്നാലും ഉണ്ടാക്കി വയ്ക്കും. ഇപ്പം നമ്മൾ ബ്ലോഗ് തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം നമുക്കിതിൻ്റെ എല്ലാ ഐറ്റവും എല്ലാ വശങ്ങളും നമുക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു 3-4 കൂട്ടം ഉണ്ടാക്കി വീഡിയോ എടുത്തിടാം. പിന്നെ ബാക്കിയൊക്കെ ഓണത്തിൻ്റെ അന്ന് ഉണ്ടാക്കുന്ന കറികൾ ഞാൻ ഒത്തിരി കറികൾ ഉണ്ടാക്കാറില്ല. ഒരു സാമ്പാർ ഉണ്ടാക്കും, ഒരു അവിയലുണ്ടാക്കും, പിന്നെ 1-2 ചെറിയ ചെറിയ കറികളുണ്ടാക്കും, പപ്പടം, ചിലപ്പോൾ പായസം കാണും. കാരണം പായസം അതിന് മുന്നേയൊക്കെ മിക്കവാറും ഉണ്ടാക്കും. അതുകൊണ്ട് അന്ന് പായസം ഒരു ശകലം മേടിക്കുമോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പായസം ഉണ്ടാക്കുകയോ ചെയ്യുള്ളൂ. അപ്പോൾ പറ്റുന്ന കറികളൊക്കെ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പം ഇഞ്ചിക്കറി എന്തായാലും എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. ഇഞ്ചിക്കറി ഭയങ്കര സൂപ്പറാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്ത് തൊട്ട് അമ്മ ഉണ്ടാക്കുന്നതാണ് ഇഞ്ചിക്കറി. അമ്മയുടെ സ്പെഷ്യലാണ്, ഭയങ്കര ടേസ്റ്റ്. ആ ഇഞ്ചിക്കറി മാത്രം മതി ചോറുണ്ണാൻ. എനിക്ക് ഒത്തിരി കറികളൊന്നും വേണ്ട, 1-2 കറികൾ കൂട്ടി ചോറുണ്ണാണ് എനിക്കിഷ്ടം. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ കറിയാണ് ഈ ഇഞ്ചിക്കറി. അത് നോക്കി നിന്ന് അമ്മയുടെ കൂടെ നിന്ന് പഠിച്ച്. അപ്പോൾ നമുക്ക് ആ ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ. ഞാൻ മുറ്റത്ത് വെച്ചിട്ടൊക്കെ ഇഞ്ചിക്കറി ഉണ്ടാക്കണം, എന്തെങ്കിലും കുക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചേ. ഇവിടെ രാവിലെ വെയിൽ തുടങ്ങും. വെയിലില്ലെങ്കിലോ നല്ല കാറ്റായിരിക്കും കണ്ടെത്തിന്ന്. ഇപ്പം കാറ്റടിക്കുന്നില്ല, പക്ഷേ ഒരു 5 മിനിറ്റ് പോലും കാറ്റില്ലാതിരിക്കുകയില്ല. അപ്പോൾ നമ്മളിവിടെ വെച്ചാൽ ഗ്യാസ് ലീക്കാവും. അങ്ങനെ പല പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമ്മൾ പെരയ്ക്കകത്ത് വെച്ച് തന്നെ, അടുക്കള വെച്ച് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ അടുത്ത വർഷത്തെ ഓണം ആകുമ്പോഴത്തേക്കും നമ്മൾ വിപുലമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പം ചെറിയ ചെറിയ വെടിക്കെട്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഒഫീഷ്യലായിട്ടേ ഓണത്തിൻ്റെ ഡ്രസ് കോഡിലൊക്കെ ആകട്ടെ എന്ന് വിചാരിച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. ഇതൊക്കെ പഴയ സെറ്റ് മുണ്ടുമാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു ഫസ്റ്റ് വ്ലോഗ് തുടങ്ങിയപ്പോൾ ഒരു കറുപ്പിൻ്റെ കരയുള്ളത് കൊടുത്തു. ഇപ്പം ഇനി ഒരു ഗോൾഡൻ കരയൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. ഒക്കെ പഴയ സാധനങ്ങളാണ്. പുതിയ ഈ ഓണം സ്പെഷ്യലായിട്ടൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒരു 200 ഗ്രാം ഇഞ്ചിയുണ്ട്. 200 ഗ്രാം ഇഞ്ചി, ഒരു 50 ഗ്രാം മിച്ചം കൊച്ചുള്ളി, ഒരു 2 പച്ചമുളക്, ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി. അപ്പോൾ ഇഞ്ചി അരിയുന്നത് ഇതുപോലെ കനം കുറച്ചിട്ട് ഒരേ അളവിൽ അരിയുവാണെങ്കിൽ, അപ്പോൾ എന്തേലും ഒരു ചോപ്പറൊക്കെ ഉണ്ടല്ലോ, ആ സാധനം വെച്ചിട്ടൊക്കെ സ്ലൈസ് ചെയ്തെടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പം മൂക്കുമ്പം, എണ്ണയിൽ കിടന്ന് മൂക്കുമ്പം എല്ലാം ഒരേ അളവിൽ മൂത്ത് വരുമല്ലോ. അല്ലെങ്കിൽ ചിലത് മൂക്കാതെ കിടക്കും, ചിലത് മൂക്കും, അങ്ങനെ വരും. ഇഞ്ചിയുടെ കാര്യം അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി എടുക്കുമ്പോഴും ഉള്ളി വട്ടത്തിൽ കനം കുറഞ്ഞരിയണം. സവോള പറ്റത്തില്ല, ചെറിയ ഉള്ളി തന്നെ വേണം. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടുക, 2 പച്ചമുളക്. പിന്നെ പുളി, നമുക്ക് പെട്ടെന്ന് പുളി പിഴിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ചാറ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇച്ചിരി വെള്ളത്തിലിട്ടേക്കാം. ഞാനത് ഇച്ചിരി വെള്ളത്തിലാക്കി വെച്ചിരിക്കും. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വഴിക്ക് കാണിച്ചു തരാം. നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്ത് കോരാം. അപ്പം നമുക്ക് ഇഞ്ചി വറുത്ത് കോരാനുള്ള എണ്ണ ഒഴിക്കാം. ഈ എണ്ണയ്ക്കകത്ത് തന്നെയാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഒത്തിരി എണ്ണയൊന്നും വേണ്ട, എന്നാലും ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ, നല്ല മില്ലിലാട്ടിയ വെളിച്ചെണ്ണ. ഇത്രയും ഇഞ്ചി ഇതിനകത്ത് ഒരു തവണയായിട്ട് വറുത്ത് കോരാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം നമ്മൾ 2ആയിട്ടിട്ടാണ് വറുത്ത് കോരുന്നത്. കാരണം ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഒന്നിച്ച് വറുത്ത് കോരാന്ന് വെച്ചാൽ പിന്നെ ആ എണ്ണയെല്ലാം വേസ്റ്റായി പോകും. അപ്പം നമുക്ക് ബാക്കി ഈ കറി ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ്. അതിനാവശ്യമുള്ള എണ്ണ ഒഴിച്ചാൽ മതി. നല്ലോണം ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് ഇഞ്ചി മൂക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഈ ഇഞ്ചിയുടെ വെള്ളമൊക്കെ വറ്റി ഇഞ്ചി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും. അതുവരെ മൂപ്പിക്കണം. ഇപ്പോൾ ചെറുതായിട്ട് മൂക്കാൻ തുടങ്ങി. അപ്പം മൂത്ത് വരുമ്പം ഈ കുമളകളൊന്നും വരില്ല. അതുവരെ മൂപ്പിച്ചിട്ട് ഇത് കോരണം. ഇട്ടപ്പം എണ്ണ കാണത്തില്ലായിരുന്നു, എണ്ണ കുറവാണെന്ന് തോന്നുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ട മൂത്ത് വന്നപ്പം എണ്ണ കൂടുതലായി. നല്ല ചൂടുകട്ടിയുള്ള പാത്രമാണെങ്കിൽ എണ്ണ അധികം കുടിക്കത്തില്ല പാത്രം. ചൂട് അതേപടി നിൽക്കുകയും ചെയ്യും. ഇപ്പം നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് മൂക്കുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് കൂടെ മതി, ഇത് മൂത്ത് കിട്ടും. ഞാനെല്ലാം ഒരേ കനത്തിൽ അരിഞ്ഞിട്ട് തന്നെ
ഇതുണ്ടോ ഇതിനിടയ്ക്ക്. അപ്പോൾ നമ്മുടെ ഇഞ്ചി മൂത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പാകത്തിൽ കിലുകിലുകിലാന്ന് ഒച്ച കേൾക്കും. ആ പാകത്തിന് കോരി എടുക്കണം. ഇരുന്നിട്ടൊന്നും ഈ പാത്രത്തിലിരുന്നിട്ടേ ഇത് ചൂടല്ലേ, അപ്പോൾ ഒന്നുകൂടെ മൂക്കും. അതുകൂടെ കണ്ടിട്ട് നമ്മൾ കോരി. എന്ത് ഇഞ്ചി ഇട്ടതാ. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഇഞ്ചി ഇടാം. അതുകൂടെ വറുത്ത് കോരിയിട്ട് ഇത് പൊടിച്ചെടുക്കണം. അത് മാത്രമല്ല കേട്ടോ, ഉള്ളിയൊക്കെ ഉണ്ട്, അതും കൂടെ മൂപ്പിച്ചിട്ടേ വറുത്ത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ അത്ഭുതം അതല്ല, ഇത്രയും ഇഞ്ചി ഇടുമ്പോഴേ, പക്ഷേ വറുത്ത് കോരുമ്പോഴത്തേക്കും തീരെ പൊടി ഇച്ചിരേ ഉള്ളൂ എന്നാണ്. അങ്ങനെ രണ്ടാമത്തെ ലോട്ട് ഇഞ്ചി കഷ്ണങ്ങളും നമ്മൾ വറുത്ത് കോരി. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി സാധനങ്ങളും കൂടെ വറക്കാം. ഇനി കൊച്ചുള്ളി ഇതിനകത്തോട്ട് ഇട്ട് മൂപ്പിക്കാം. 2 പച്ചമുളകും. കൊച്ചുള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇഞ്ചി മൂത്ത് അതേ മൂപ്പിൽ ഇത് മൂപ്പിച്ചെടുക്കണം. കൊച്ചുള്ളി ചേർക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. സവാള ചേർത്ത് ആരും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. ഞാനിതുവരെ സവാള ചേർത്ത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ചുവന്നുള്ളി മൂത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും പച്ചമുളകും മൂത്ത കയ്പ്പ് ചൊവയായി. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ. ഇനി ഇതിനകത്ത് ഞാനൊരു അധികം എല്ലാവരും ചേർക്കുകയില്ലാത്ത ഒരൈറ്റം ചേർക്കും. പറഞ്ഞാൽ നമ്മളത് ചേർത്താണ് നേരത്തോട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഇഞ്ചിക്കറിയുടെ കൂടെ, എല്ലാവരും ഒന്നും ഇഞ്ചിക്കറിയുടെ കൂടെ തേങ്ങ ചേർക്കുകയില്ല. ഞാനൊരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർക്കും. തേങ്ങയും കൂടെ മൂപ്പിച്ച് ഇടും. അപ്പം തേങ്ങയും അതേ മൂപ്പിൽ മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ തേങ്ങയും മൂക്കാറായിട്ടുണ്ട്. കുറച്ചും കൂടെ ചുമക്കണം. ഞങ്ങളുടെ അടുപ്പ് കിടന്നേ അപ്പൂപ്പൻ്റെ പല്ല് ആടുന്ന പോലെ ആടുവാണ്. അടുത്ത വീഡിയോ ആകുമ്പോഴത്തേനും നമ്മളത് പരിഹരിക്കുന്നതായിരിക്കും. കാരണം വേറെ അടുപ്പെടുത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. തേങ്ങ മൂത്തു. തേങ്ങയും കൂടെ നമുക്ക് കോരിയെടുക്കാം. തേങ്ങയും അതേ മൂപ്പിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ നല്ല ചുവട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് ഇതിന് ഭയങ്കര ചൂടാണ്. പെട്ടെന്ന് കോരിയില്ലെങ്കിൽ കരിഞ്ഞ് പോകും. ഓക്കെ, അപ്പോൾ തേങ്ങ മൂത്തു. ഇതിനകത്തോട്ട് ഇച്ചിരി കടുക് പൊട്ടിച്ചിട്ട് ഇതിച്ചിരി തണുക്കണേ. ഈ മിക്സില്ലേ, ഇത് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലോട്ട് അരയ്ക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും സാധനം വറുത്ത ചട്ടിയിൽ തന്നെ അതിൻ്റെ ബാക്കി ഒരു കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അത്ര എണ്ണ മതി. ബാക്കി അരപ്പേലുണ്ട്. ആ എണ്ണയിൽ നമ്മൾ കടുക് പൊട്ടിക്കുക. ഒരു 1 ടീസ്പൂൺ എടുത്ത് കടുക്. ഒരു 3 വറ്റൽമുളക് ഒടിച്ചൊടിച്ച് ഇടണം. അത് കഴിഞ്ഞ് കറിവേപ്പില ഇടണം. ഒന്ന് ഇളക്കി മൂപ്പിച്ചിട്ട്, ഇപ്പോൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില. ഇനി ഇതിനകത്തോട്ട് മുളക് പൊടി ഇടുക. മുളക് പൊടി ഇടുമ്പം തീ കുറച്ച് വെച്ചിട്ടിടണേ. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി അല്ല, സാദാ മുളക് പൊടിയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഒരു ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടി. ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. നന്നായിട്ട് മൂപ്പിക്കുക. ഇതിന് ഒരുപാട് എണ്ണ വേണ്ട. ഈ പൊടി മൂക്കാനുള്ള എണ്ണ മാത്രം മതി. നമ്മുടെ അരപ്പേൽ ആവശ്യത്തിന് എണ്ണയുണ്ട്. അതിനകത്തോട്ട് നമ്മൾ പുളിവെള്ളം ഒഴിക്കുവാണ്. പുളി പിഴിഞ്ഞ് വെച്ചായിരുന്നല്ലോ. ഈ മുളക് പൊടിയുടെ കുത്തൽ കൊണ്ടേ നമ്മൾ ചുമയ്ക്കും. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. വേണമെങ്കിൽ ലാസ്റ്റ് ഒന്നുകൂടെ ചേർക്കാം. അപ്പോൾ പുളിവെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ആ പുളി പിഴിഞ്ഞൊഴിക്കുന്ന വെള്ളമാണ് ഇതിൻ്റെ വെള്ളം. ഇനി പുളി പിഴിഞ്ഞൊഴിക്കുമ്പം വെള്ളം കുറവാണെങ്കിൽ പുളിയുടെ കൂടെ തന്നെ ചേർത്താൽ മതി വെള്ളം. അല്ലെങ്കിൽ ചൂടാക്കിയ വെള്ളം ചേർക്കണം. ഇത് കണ്ടോ, തരിതരിയായിട്ട് അരച്ചെടുക്കണം. ഇഞ്ചിയും എല്ലാം കൂടെ അരച്ചത് ചേർക്കാം. നമ്മൾ തീയലിനൊക്കെ അരയ്ക്കുന്ന പോലെ
അത്രയും മഷിയായിട്ടല്ല, ഇത് പൊടി പൊടിയായിട്ടായിരിക്കും അരയ്ക്കുന്നത്. ഇതിനകത്തോട്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ശർക്കരയെ, അത് പൊടിച്ചോ ചീകിയോ അല്ലെങ്കിൽ കഷ്ണമായിട്ടോ ഇടാം. തിളയ്ക്കുമ്പം അതിൻ്റെ കൂടെ ഉരുക്കി ചേർന്നോളൂ. 1 ടേബിൾ സ്പൂണെങ്കിലും വേണം. 1-2 ടേബിൾ സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല, ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂണും ഒരു ശകലം കൂടെ ചേർത്തിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ ഒരു ഇഞ്ചിക്കറിയുടെ ഒരു പാകമുണ്ടല്ലോ, ഒരു ശകലം ഉപ്പ് കുറവുണ്ട്, നമുക്കൊരു കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്തോണം. അങ്ങനെ ഇഞ്ചിക്കറി റെഡിയായി. അങ്ങനെ ഇഞ്ചിക്കറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേ ഇത് വാങ്ങി വെക്കണ്ടേ. നമ്മളിത് തണുത്ത് കഴിയുമ്പം ഒരു കുപ്പിയിലോട്ടാക്കി വെച്ചാൽ മതി. വേറെ സെർവിങ് ഡിഷിലൊന്നും ആക്കി വെക്കണ്ട. അപ്പോൾ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ഒത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഇത്തവണത്തെ സദ്യക്ക് എല്ലാവരും ഇഞ്ചിക്കറി ഇങ്ങനെ ആയിരിക്കും വെക്കുന്നത്, പക്ഷേ പുളിയിഞ്ചിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഈ ഇഞ്ചിക്കറിക്ക് വേറെ നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഇഞ്ചിക്കറിയും ചൂട് ചോറും കൂടി ഇട്ടിട്ട് കുഴച്ചുണ്ണണം, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഒന്ന് കഴിച്ച് നോക്കാവേ. ഞാൻ അകത്തൊന്ന് നോക്കിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുളിയും മധുരവും ഒക്കെ കൂടെ വരുന്ന കറി നല്ല ടേസ്റ്റുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. ആവശ്യത്തിന് എരിവുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നല്ലൊരു കമൻറ്റ് തരണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. ടാറ്റാ.